മൂന്നാം നമ്പരം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു ബൈബിൾ സബ്ജക്റ്റ് ഏറെക്കുറെ പൂർണ്ണമായിട്ട് കഥ അറിയില്ലെങ്കിൽ ഇപ്പോഴാണ് പടം കണ്ടപ്പോഴാണ് തൃപ്തിയായത്. കാര്യം ഇത് ഇമോഷണലി ഒരുപാട് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന ഒരുപാട് രംഗങ്ങൾ പിടിച്ചിട്ടുണ്ട്. ദുൽഖർ എഡിറ്ററാണ്, നിരവധി വർഷമായി സീനിയർ എഡിറ്ററാണ്. ദുൽഖറിൻ്റെ തീവ്രം എഡിറ്റ് ചെയ്ത് രംഗത്തെത്തിയ അദ്ദേഹമാണ് ഇതിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ PR വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. സാധാരണ നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളും എല്ലാം മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ബൈബിൾ സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റി, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാരണം അറിയാൻ പറ്റി ഈ ചിത്രം കണ്ടപ്പോഴേക്കും. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇവിടെ ധന്യാമേരിയും ദിനേശ് പണിക്കർ അവസാന കുറച്ച് രംഗങ്ങളും നന്നായിട്ടുണ്ട്. സാജൻ സൂര്യ, പിന്നെ ഇങ്ങനെ ഒരു ചരിത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ കഥ ശരിക്കും ബൈബിളിൽ പോലും ഡീറ്റെയിൽ ആയിട്ടില്ല. കഥാകൃത്ത് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഊഹിച്ച് എഴുതിയെടുത്തൊരു കഥയാണ്. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതെല്ലാവരും കണ്ടിട്ട് വിജയിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ലൊരു എഫർട്ടുണ്ട് ആ ചിത്രത്തിൽ. അത് പിന്നെ കപിൽ. എന്തായാലും എല്ലാ പ്രേക്ഷകരും കാണേണ്ടതാണ് ഇത്തരം ചിത്രങ്ങൾ. ഒന്നാം തരം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ചിത്രം.